ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. യശോദാരോഹിണീഭ്യാം താഃ സമം ബാലസ്യ സർവതഃ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛഭ്രമണാദിഭിഃ. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. യശോദാരോഹിണീഭ്യാം, യശോദാദേവിയോടും രോഹിണി ദേവിയോടും താഹ, താഹ് എന്ന് പറഞ്ഞാൽ അവർ, അതായത് ആ ഗോപസ്ത്രീകൾ, സമം, സമം എന്ന് പറഞ്ഞാൽ കൂടെ, അതായത് യശോദാദേവിയുടെയും രോഹിണി ദേവിയുടെയും കൂടെ ആ ഗോപസ്ത്രീകൾ ബാലസ്യ, ബാലസ്യ എന്ന് പറഞ്ഞാൽ ആ ബാലൻ്റെ അഥവാ ഉണ്ണിയുടെ, സർവതഃ എന്ന് പറഞ്ഞാൽ എല്ലാ, സർവ എന്നാൽ എല്ലാ, സർവതഃ ഇവിടെ എല്ലാ അംഗങ്ങളിലും, ആ ഉണ്ണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു, ഇനിയും എല്ലാ അംഗങ്ങളിലും രക്ഷാം വിദധിരേ, രക്ഷാം, രക്ഷാം എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായിക്കൊണ്ട്, വിദധിരേ വിധികളെയൊക്കെ ചെയ്തു. അപ്പോൾ ആ പൂതനയുടെ ദേഹത്ത് നിന്നും ആ പൊന്നുണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി വന്ന ഗോപസ്ത്രീകൾ എളുപ്പം രോഹിണി ദേവിയെയും യശോദാദേവിയെയും ഒക്കെ വിളിച്ചുകൊണ്ട് ആ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ നിന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭീകര രൂപത്തെ കാണും തോറും അവർക്ക് ആ പരിഭ്രമത്തിൽ നിന്നും വിടുതൽ താമസിക്കും. അഥവാ നമ്മളൊരു ഭീകരമായ ഒരു ഷോക്കിംഗ് പ്ലേസ്, നമുക്ക് നമ്മുടെ മനസ്സിനെ ആഘാതമേൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവമോ സാഹചര്യമോ നേരിട്ടാൽ അതിൽ തന്നെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ വളരെയധികം പരിഭ്രാന്തരായിരുന്ന യശോദാദേവിയെയും രോഹിണി ദേവിയെയും അതിൽ നിന്നും ഒന്ന് മുക്തരാക്കാൻ വേണ്ടിയിട്ട് ഈ ഗോപസ്ത്രീകൾ എളുപ്പം ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് ഈ യശോദാദേവിയെയും രോഹിണി ദേവിയെയും കൂട്ടിക്കൊണ്ട് ഗൃഹത്തിനുള്ളിലേക്ക് കടന്നുപോയി. അവരപ്പോഴും ആ യശോദാദേവിയും രോഹിണി ദേവിയും ഒക്കെ ഉണ്ണിയെ കണ്ടു. ആ പൂതനയുടെ മാറിടത്തിൽ കിടന്ന് കളിക്കുന്നത് കണ്ടിട്ടും അവരാകെ പരിഭ്രമം കൊണ്ട് സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ സ്തബ്ധരാണ് എന്ന് കണ്ടപ്പോൾ തങ്ങളുടെ ഉള്ളിലെ മാതൃഹൃദയം ഉണർന്നതുകൊണ്ട് തന്നെ ഗോപസ്ത്രീകൾ അവർ ചെയ്യേണ്ട കർമ്മവും കൂടി ചെയ്തു. പോയി ആ പൂതനയുടെ ദേഹത്ത് നിന്നും സ്വയമേവ ധൈര്യം സംഭരിച്ച് ആ പൂതനയുടെ ദേഹത്ത് കയറി ഉണ്ണിയെ എടുത്തുകൊണ്ട് ഈ അമ്മമാരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ആ ഗൃഹത്തിനുള്ളിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ആ ഉണ്ണിയുടെ സർവ അംഗങ്ങളിലും രക്ഷാം വിദധിരേ, രക്ഷയ്ക്കായിക്കൊണ്ട് വേണ്ട വിധികളൊക്കെ ആചരിച്ചു, അഥവാ വിധികളെയൊക്കെ ചെയ്തു. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ഭയക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങാതെ കിടന്ന് കരയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ കണ്ണ് തട്ടിയിട്ടാണ്, ഇങ്ങനെ പലതും പലതും പറഞ്ഞിട്ട് കടുകും മുളകും ഒക്കെ ഒഴിഞ്ഞ് അടുപ്പിലിടുക, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ പൂജിച്ചു കൊണ്ടുവന്ന ഭസ്മം തൊടിവിക്കുക, ഇങ്ങനെ പലതും ചെയ്യുന്നത് പോലെ ഇവിടെ രക്ഷയ്ക്കായിക്കൊണ്ട് ആ ഉണ്ണിയുടെ രക്ഷയ്ക്കായിക്കൊണ്ട് എന്തെങ്കിലും ഭയം തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകട്ടെ എന്ന് കരുതി ഇനിയും ആപത്തൊന്നും കൂടാതെ ഇരിക്കണമേ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉണ്ണിക്ക് രക്ഷയ്ക്കായിക്കൊണ്ട് വിധികളെയൊക്കെ ചെയ്തു. അത് എന്തൊക്കെയാണ് എന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ തുടക്കമാണ് പറയുകയാണ്. സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി, സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി. സമ്യക് എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ. അപ്പോൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേ വിധത്തിലാണ് ഈ വിധികളൊക്കെ ചെയ്തത് ഈ ഗോപസ്ത്രീകൾ. അപ്പോൾ അമ്മമാരുടെ അഭാവം, ഭയന്നിരുന്ന അമ്മമാർക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് ആ മാതൃഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് ഗോപസ്ത്രീകൾ ചെയ്തത് എങ്ങനെയെങ്കിലും ചെയ്യുകയായിരുന്നില്ല, മറിച്ച് ആ ഉണ്ണിയോടുള്ള
ആ സ്നേഹക്കൂടുതൽ അപ്പോൾ തന്നെ അവരിൽ നിന്നും പുറത്തു വന്നു. ആ മാതൃഭാവത്തിൽ അവർ വേണ്ട വിധത്തിൽ തന്നെ ചെയ്തു. അഥവാ അവരുടെ ഉള്ളിലെ ജീവാത്മാവിന് ഈ ആത്മസ്വരൂപനായിരിക്കുന്ന ഈ ഉണ്ണിയോട് അവർ പോലും അറിയാതെ അന്ന് തന്നെ അഭേദ്യമായ ദൃഢമായ ഒരു പ്രേമബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്നും കാണാം. അങ്ങനെ അവർ ഇനി അടുത്ത് എന്താണ് ചെയ്തതെന്നാണ് പറയുന്നത്? സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി. ഗോ എന്ന് പറഞ്ഞാൽ പശു, പുച്ഛം എന്ന് പറഞ്ഞാൽ വാല്. അപ്പോൾ ഇവര് ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് പശുവിൻ്റെ തൊഴുത്തിൽ പോയിട്ട് പശുവിൻ്റെ വാലുകൊണ്ട് ഉണ്ണിയെ നന്നായിട്ട് ഒഴിഞ്ഞു. ഉണ്ണിക്ക് എന്തെങ്കിലും ഭയം തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകട്ടെ എന്ന് ധരിച്ചുകൊണ്ട് അതിൻ്റെ വാൽ കൊണ്ട് ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പണ്ട് ഇതുപോലെയുള്ള പല ആചാരങ്ങളും ഉണ്ടായിരുന്നു. ഇതുപോലെ ഈ ഉണ്ണിയെ എടുത്തുകൊണ്ട് നന്ദഗോപരുടെ ഗൃഹത്തിനുള്ളിൽ കടന്ന ഈ ഗോപസ്ത്രീകൾ പശുവിൻ്റെ വാല് കൊണ്ട് ഒഴിയുക, അതുപോലെ തന്നെ നമ്മൾ തിരി കാട്ടി ഒഴിയില്ലേ, തിരി കത്തിച്ച് അങ്ങനെ തിരി കാട്ടി ഒഴിയുക. ഇങ്ങനെ ഈ ഒരു ഉണ്ണിക്ക്, ഈ ഒരു ബാലാരിഷ്ട കൊണ്ടുണ്ടാകാവുന്ന എല്ലാ ദോഷങ്ങളും മാറ്റിത്തരണമേ, അതിനുള്ള പരിഹാരം എന്നോണം വേണ്ട വിധത്തിൽ തന്നെ ഈ ഗോപസ്ത്രീകൾ ഈ ഉണ്ണിക്ക് വേണ്ട എല്ലാ രക്ഷാവിധികളും ചെയ്തു. ആ പരമാത്മാവിനോടുള്ള പ്രേമബന്ധത്തിൻ്റെ പ്രകടനഭാവത്തിൻ്റെ തുടക്കം ഒരുപക്ഷെ ഇവിടെ ആയിരുന്നു എന്ന് കാണാം. ആദ്യം നമ്മൾ കണ്ടിരുന്നു ജാതകർമ്മ സമയത്ത് ആ ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ എത്രമാത്രം അത്യാഹ്ലാദം ഉണ്ടായിരുന്നു എന്നുള്ളതും അവരെങ്ങനെയൊക്കെയാണ് ഈ ഉണ്ണിയുടെ അടുത്തേക്ക് ഓടി വരാൻ തത്രപ്പെട്ടതും എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ ശരിയായ ആ ഒരു പ്രേമഭാവം, പ്രേമബന്ധം അത് തുടങ്ങുന്നത് ഭഗവാന്റെ ആദ്യത്തെ ലീല മുതൽക്ക് തന്നെ അവരിൽ നിന്നും ആ ഒരു ഭാവം, ആ ഒരു ബന്ധത്തിൻ്റെ ദൃഢത പുറത്തു വന്നു തുടങ്ങി. അഥവാ ഗോപസ്ത്രീകൾക്ക് ഈ ഉണ്ണിയോടുള്ളത് ഒരു പക്ഷേ ഒരു സാധാരണ രാജകൊട്ടാരത്തിലെ പരിസേവകർക്ക് അവിടുത്തെ രാജകുമാരനോടോ രാജകുമാരിയോടോ ഉണ്ടാകാവുന്ന, ഒരു നവജാത ശിശുവിനോട് തോന്നാവുന്ന ഒരു ബന്ധത്തിനപ്പുറം അതിതീവ്രമായ ഒരു പ്രേമബന്ധമായിരുന്നു ഈ ഗോപസ്ത്രീകൾക്കുണ്ടായിരുന്നത് എന്ന് കാണാം. അങ്ങനെ അവർ വേണ്ട വിധത്തിലൊക്കെ ഈ ഉണ്ണിക്ക് വേണ്ട രക്ഷാവിധികളൊക്കെ ചെയ്തു. ഇനി തുടർന്നും അത് ബാക്കി എന്തൊക്കെയാണ് ചെയ്തതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. യശോദാരോഹിണീഭ്യാം താഃ സമം ബാലസ്യ സർവദഃ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭിഃ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പദത്തിൽ രണ്ടിടത്ത് വിസർഗം വരുന്നുണ്ട്. യശോദാരോഹിണീഭ്യാം താഹ്, അവിടെ ദീർഘം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. അടുത്തത് സർവതഃ, അവിടെയും. പിന്നെ അടുത്ത പദത്തിലേക്ക് വരുമ്പോൾ രണ്ടാം പാദത്തിൽ രക്ഷാം വിദധിരെ, ബാക്കിയുള്ളത് അത്രയും ചേർത്ത് തന്നെ വായിക്കുക. സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി, അവിടെയും സമ്യക് ഗോപുച്ഛ, അവിടെ ഗ കൂട്ടക്ഷരമാണ്. അതേപോലെ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭി, അവിടെ അവസാനം ഒരു വിസർഗവുമുണ്ട്. അതുകൊണ്ട് പകുതി ഹകാരത്തിൽ അത് വായിക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി നോക്കാം. താഹ യശോദാരോഹിണീഭ്യാം സമം ബാലസ്യ സർവദഃ
ഗോപുച്ഛ ഭ്രമണാദിഭി സമ്യക് രക്ഷാം വിദധിരേ. ഒന്നുകൂടി പറയാം. താ യശോദാരോഹിണീഭ്യാം സമം ബാലസ്യ സർവതഃ ഗോപുച്ഛ ഭ്രമണാദിഭി സമ്യക് രക്ഷാം വിദധിരേ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്കൊന്ന് വിചാരം ചെയ്യുവാനുള്ളത്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ തുടർന്നും ആ ഗോപസ്ത്രീകൾ എന്തൊക്കെയാണ് ആ ഉണ്ണിയുടെ രക്ഷയ്ക്കായിട്ട് ചെയ്തത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് അടുത്ത സത്സംഗത്തിൽ നോക്കാം. ഹരേ കൃഷ്ണ.